എൻ്റെ ചോദ്യം, സ്ത്രീക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ? സ്ത്രീക്ക് പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ എങ്കിൽ ക്ലിയർ ആയി ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ നിയമപാലകർ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ള അറിയിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. മാന്യ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ മാനിച്ചുകൊണ്ട് ആ ചോദ്യത്തിലുള്ള മറുപടിയോടുകൂടി ഈ പരിപാടി പിന്നെ മുഖാമുഖം അവസാനിക്കുന്നതാണ്. മറുപടി പറയുന്നതിന് വേണ്ടി ബഹുമാന്യനായ അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. എൻ്റെ സുഹൃത്തിന് കാര്യങ്ങൾ ഇവിടെ നടന്നത് ഏതായാലും ബോധ്യപ്പെട്ടു. വിവരമുള്ള ആളുകൾ വന്നൊരു ചോദ്യം ചോദിക്കുക, ബാക്കിയുള്ള ആൾക്കാർ ബഹളം വെക്കുക, അത് ഒരിക്കലും ശരിയായില്ല എന്നാണ് അവസാനം ചോദിച്ച ചോദ്യകർത്താവ് അദ്ദേഹം നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ വിവരമുള്ള ആളുകൾക്ക് ചോദിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അവർ ചോദിക്കുമ്പോൾ അത് എന്താണ് വായിക്കുന്നത് എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇവിടെ ബഹളമുണ്ടാക്കാൻ നിന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്. എന്തെങ്കിലും ഒരു ശ്രദ്ധതയുണ്ടോ എന്ന്. ഒരു പുരുഷൻ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അതിനെന്ത് ശ്രദ്ധതയുണ്ടോ അതൊരു പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിച്ചാലും ഉണ്ടാകും. ഇത് വളരെ ഗണ്യതമായി നേരത്തെ വായിച്ച ഹദീസിൽ തന്നെയുണ്ട്. നേരത്തെ ഞാൻ വായിച്ചു പറഞ്ഞല്ലോ, ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറയാൻ എന്ന്, മോളെ നീ റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ നമസ്കരിച്ചോളൂ. ഈ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ നമസ്കരിച്ചാൽ നിനക്ക് കിട്ടുന്ന മെച്ചം ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂലി 1000 ഇരട്ടി കൂലി, മറ്റു പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ എല്ലാം 1000 ഇരട്ടി കൂലി ഈ പള്ളിയിൽ നിനക്ക് കിട്ടും. ആ കൂലി കിട്ടാൻ വേണ്ടിയാണ് ആ പെണ്ണിനോട് മഹദി മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വസല്ലി ഫീ മസ്ജിദിർ റസൂൽ, റസൂലുള്ളാഹിന്റെ ഈ പള്ളിയിൽ നമസ്കരിക്കുക. അപ്പോൾ വളരെ ലളിതമാണ്. ഒരു പുരുഷൻ പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന എല്ലാ പ്രതിഫലവും ആ സ്ത്രീ പള്ളിയിൽ നമസ്കരിച്ചാൽ കിട്ടും. ഇത് ഖുർആനും ഖണ്ഡിതമായി പറഞ്ഞതാണ്. വമയ്യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ. ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു അമലു സ്വാലിഹാത്ത് ചെയ്താൽ അവർക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലാഹു ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് സൂറത്തു നിസാഇന്റെ 124-ാമത്തെ ആയത്തിലും സൂറത്തു നഹ്ലിലെ അല്ലാഹു 97-ാമത്തെ ആയത്തിലും സൂറത്തു ആഫിറിലെ 40-ാമത്തെ ആയത്തിലും വളരെ ഗണ്യതമായി പറയുന്നതാണ്. അപ്പോൾ ഒരു പുരുഷൻ ചെയ്ത പുണ്യത്തിനെ കൂലിയുള്ളൂ, ഒരു പെണ്ണ് പുണ്യം ചെയ്താൽ കൂലിയില്ല എന്നല്ല പറയുന്നില്ല. നേരെ മറിച്ച് ആണാകട്ടെ പെണ്ണാകട്ടെ അവളൊരു അല്ലെങ്കിൽ അവനൊരു അമലു സ്വാലിഹാത്ത് ചെയ്ത് മുഅ്മിനാകണമെന്ന നിബന്ധനയോടെ അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ അവരോട് അല്ലാഹു അനീതി കാണിക്കുകയില്ല എന്ന് ഗണ്യതമായി ഖുർആൻ പറഞ്ഞതാണ്. ശ്രേഷ്ഠതയുണ്ടോ? ശ്രേഷ്ഠതയുണ്ട്. പള്ളിയിൽ പോയി നമസ്കരിച്ച ശ്രേഷ്ഠതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതുപോലെ മാന്യമായി ചോദിക്കാമല്ലോ കൂട്ടരെ, മാന്യമായി ചോദിക്കാമല്ലോ, ഒരു ബഹളവുമില്ലാതെ ചോദിക്കാമല്ലോ. നേരെ മറിച്ച് ഒരാൾ ചോദിക്കുക, എന്നിട്ട് അയാൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ളവർ ബഹളം വെക്കുക. അത് ബഹളം വെച്ചാൽ ഇവിടെ നമ്മുടെ നിയമപാലകന്മാരുണ്ട്, അവർക്കത് പ്രശ്നം. അതുപോലെ തന്നെ ഈ നാട്ടിൽ അമുസ്ലിങ്ങളുണ്ട്, അവരെന്ത് വിചാരിക്കും നമ്മെ പറ്റി? അവരെന്താ കരുതുക? ബഹളം വെക്കാനല്ലല്ലോ ഈ പരിപാടി വെച്ചത്, മാന്യമായി ചോദിക്കാനും മാന്യമായി മറുപടി പറയാനും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് നാളെ ഈ തൃക്കരിപ്പൂർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കേണ്ടവരാണ്, സലാം പറയേണ്ടവനാണ്. ഞാൻ മരിച്ചു വീണാൽ എൻ്റെ ജനാസ എടുത്തുകൊണ്ട് പോകേണ്ടവരാണ്. നിങ്ങൾ മരിച്ചു വീണാൽ നിങ്ങളുടെ ജനാസ എടുത്തുകൊണ്ട് ഖബറിൽ കൊണ്ട് വെക്കേണ്ട ആളുകളാണ്. നമ്മൾ എന്തിനാ അടിക്കുന്നത്? എന്തിന് ബഹളം വെക്കുന്നത്? എന്തിന് കൂക്കുന്നത്? നമ്മൾ മുസ്ലിങ്ങളല്ലേ? നമ്മുടെ മുസ്ലിം എന്ന ആ ഒരു സംജക്കൊരു സംസ്കാരമല്ലേ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയല്ലേ? നബി പോയിട്ടുണ്ട് ഏതെങ്കിലും സദസ്സിൽ കൂക്കാൻ? അബൂജഹൽ അവിടെ ഉണ്ടായിട്ടില്ലേ? ഉത്ബത്തുണ്ടായിട്ടില്ലേ? ശൈബത്തുണ്ടായിട്ടില്ലേ? വലീദ് ഇബ്നു മുഗീറ ഉണ്ടായിട്ടില്ലേ? നബിയെ തല്ലിയിട്ടില്ലേ? നബിയെ ആക്ഷേപിച്ചിട്ടില്ലേ? നബി പോയിട്ടുണ്ടോ കൂക്കി വിളിക്കാൻ, ആക്ഷേപിക്കാൻ? പോയിട്ടില്ലല്ലോ കൂട്ടരെ. ആ മുഹമ്മദ് നബിയെ നെഞ്ചോടടുക്കി പിടിച്ചവരല്ലേ നമ്മള്? ആ നേതാവിനെ നെഞ്ചോടടുക്കി പിടിച്ചവരല്ലേ നമ്മള്? നമ്മൾ ആ റസൂല് പഠിപ്പിച്ച മാതൃകക്കെതിരെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ആ മാന്യതക്കെതിരെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ ഈ തൃക്കരിപ്പൂരുള്ള ഇവിടെ ബഹളമുണ്ടാക്കി എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല. ഒരു നിങ്ങൾ ദീനെ സംരക്ഷിക്കാൻ വന്നു എന്ന ഭാവേന വന്നവരാകും, പക്ഷേ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടവരാണ്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഇന്ന് ബഹളമുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചിന്തിക്കുക, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ചിന്തിക്കുക, എന്തിനവിടെ ബഹളം ഉണ്ടാക്കി? ഒരു ദീനിന്റെ സദസ്സിൽ പോയി എന്തിനു ബഹളമുണ്ടാക്കി? അത് ഒരിക്കലും മാന്യതയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാന്യമായി എൻ്റെ സഹോദരങ്ങൾ പിരിഞ്ഞു പോകണം.
നമ്മളെല്ലാവരും പരസ്പരം കാണേണ്ടവരാണ്, മുസ്ലിമീങ്ങളാണ് എന്ന ധാരണയിൽ തന്നെ നിങ്ങൾ പിരിഞ്ഞു പോകണം. അല്ലാതെ നമ്മൾ ഒരിക്കലും പരസ്പരം തമ്മിൽ തല്ലേണ്ടവരോ ആക്രമിക്കേണ്ടവരോ അല്ലെങ്കിൽ മോശമായി കാണേണ്ടവരോ അല്ലെങ്കിൽ ആക്ഷേപിക്കേണ്ടവരോ അല്ല. നമ്മുടെ നിയമപാലകന്മാർ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശം നമ്മൾ പാലിക്കുകയും മാന്യമായി തന്നെ നിങ്ങൾ പോവുകയും ചെയ്യുക. ഒരുപാട് മുഖാമുഖങ്ങൾ ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ മണ്ണിൽ കടന്നു വരുന്നുണ്ട്. മാന്യമായി വന്ന് ചോദിക്കാവുന്ന എല്ലാ സഹോദരങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. ബഹളമുണ്ടാക്കുന്നവരെയല്ല, ആക്രമിക്കുന്നവരെയല്ല, അടിക്കാൻ വരുന്ന മാന്യമായി ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ വിലയിരുത്തുവാൻ തയ്യാറുള്ളവരുമായ സഹോദരങ്ങളെ മാന്യമായി ക്ഷണിച്ചുകൊണ്ട് ഈ മുഖാമുഖം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നിർദ്ദേശം പാലിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കസേരയിൽ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ആ കസേര അടുക്കി വെച്ചുകൊണ്ട് എല്ലാവരും നിശബ്ദരായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോവുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പഴവോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് മാന്യമായി എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശിർക്കിന്റെ നിർവചനം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എന്ത് പറഞ്ഞോ ആ നിർവചന പ്രകാരം ഈ സുന്നികളാകുന്ന ഞങ്ങൾ ചെയ്യുന്ന കാര്യം ശിർക്കാന്ന് തെളിയിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധിക്കൂല. അതിനെ കേൾക്കണ്ടേ? നിങ്ങൾ എന്റെ തെളിയിക്കും. ഇബ്നു തൈമിയയുടെ മാറ്റി എന്തായാലും നിങ്ങൾക്ക് അത് കാര്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ തുടങ്ങിയോണ്ട് നമ്മളത് പറഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മൾ ആ വിഷയം തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നേരത്തെ ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു ഷഫാഅത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ആ കിതാബ് താഴെ ഉണ്ട് എന്ന് പറഞ്ഞു, ആ കിതാബ് എടുക്കാം. ഇനി അടുത്ത എന്നോട് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്, ഏത് പ്രാമാണിക പണ്ഡിതനാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന്? ഏത് പണ്ഡിതനാണ് പറഞ്ഞത്? അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതനാണ്? നിങ്ങൾ ചോദിച്ചു ആരാ പറഞ്ഞത്? അഹ്ലുസുന്നയുടെ പണ്ഡിതൻ, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം മഖ്രിസി റഹിമഹുല്ലാഹ് അഷ്ശാഫിഈ അദ്ദേഹത്തിന്റെ തജ്രീദു തൗഹീദിൽ പറയാണ്, വന്നാസു ഫീ ഹാദൽ ബാബി, ജനങ്ങൾ ഈ വിഷയത്തിൽ അഅനി സിയാറത്തുൽ ഖുബൂരി, ഖബർ അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഖബർ സന്ദർശിക്കുന്ന വിഷയത്തിൽ സലാസത്തു അഖ്സാം, 3 വിഭാഗമാണുള്ളത്. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഖൗമുൻ യസൂറൂനൽ മൗത, ചില ആളുകൾ മരിച്ച ആളുകളെ സന്ദർശിക്കും, ഫയദഊന ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അഥവാ അത് സലഫികളാണ്. വഹാദിഹി ഹിയ സിയാറത്തു ശർഇയ്യ, അത് ശർഇയ്യായ സിയാറത്താണ്. ഖബർ സന്ദർശിക്കുക, മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണേ എന്നിത്യാദി പ്രാർത്ഥന. വഖൗമുൻ യസൂറൂനഹും, ചില ആളുകൾ സന്ദർശിക്കും, യദഊന ബിഹിം, അവരോട് പ്രാർത്ഥിക്കും. വഹാഉലായി ഹുമുൽ മുശ്രികൂൻ, ഇവർ മുശ്രിക്കീങ്ങളാണ്. വജഹ്ലത്തുൽ അവാമി വത്തഗാമി മിൻ ഗുലാത്തിഹിം, അതിര് കടന്നുപോയ സാധാരണക്കാരായ ആളുകളാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് സാധാരണക്കാരായ ആളുകളെ. 3-ാമത്തെ വിഭാഗം വഖൗമുൻ യസൂറൂനഹും, ചില ആളുകൾ അവർ ഖബർ സന്ദർശിക്കും, ഫയദഊനഹും അൻഫുസുഹും, അവരോട് തന്നെ പ്രാർത്ഥിക്കും. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹു എന്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. വഹാഉലായി ഹുമുൽ മുശ്രികൂന ഫിർ റുബൂബിയ്യ, ഇവർ റുബൂബിയ്യത്തിൽ ശിർക്ക് വെക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ പണ്ഡിതൻ പറയുന്നു എന്ത് ഖബർ സന്ദർശിക്കുകയും എന്നിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകൾ മുശ്രിക്കീങ്ങളാണ്. ഇതാണ് ഞങ്ങൾക്ക് ഉസ്താദിന്റെ 1-ാമത്തെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി. അത് കാണായിട്ടാണ് നമ്മൾ കാണാത്തൊരുപാടുണ്ട്. ഹക്കൻ ലോകത്തിലെ എല്ലാ കിതാബും കണ്ടെന്ന് വാദമല്ല. അതാണ് നിങ്ങൾ നമ്മൾ വ്യത്യാസം.